ഞാൻ 100 കാറുകളുടെ മുകളിലൂടെ ബൈക്ക് ഓടിച്ച് വേൾഡ് റെക്കോർഡ് ഇടാൻ പോവാണ്. ഇതിനെ വൃത്തിയാക്ക്. ആൾക്കാർ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് 5 കോടി രൂപയുടെ ബൈക്കാ. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പണം നിങ്ങളിൽ നിന്നും ഈടാക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞങ്ങൾ നിങ്ങളുടെ ബൈക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ അധികം നോക്കും. കുറച്ച് സമയത്തിന് ശേഷം നിനക്ക് 100 കാറിന്റെ മേലെ ജമ്പ് ചെയ്യാനുള്ളതാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. വരൂ, ഈ ബൈക്കിലൊന്ന് കേറി നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. എന്റെ മോട്ടു, ബൈക്കിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ 5 കോടി കൊടുക്കേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല. നമുക്ക് ചെറുതായിട്ടൊരു റൗണ്ട് പോയിട്ട് വരാംന്നേ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ബൈക്കിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടുമോ എന്തോ. എന്നാ പിന്നെ വാ, നമുക്ക് ചെറിയൊരു റൗണ്ട് അടിക്കാം. വരൂ, നമുക്ക് നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കാം. ഇതെന്താ, ഇതിന്റെ ബ്രേക്ക് പിടിക്കുന്നില്ലല്ലോ ബദ്ലു. ബൈക്ക് നിർത്താൻ പറ്റുന്നില്ല. മോട്ടു, വേഗം ഇഞ്ചൻ ഓഫ് ചെയ്യ്, എന്നിട്ട് താക്കോൽ എടുക്ക്. അതിന് താക്കോല് കാണുന്നില്ലല്ലോ. പിന്നെ ഇതിന്റെ എഞ്ചിൻ എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് അറിയില്ല. ബദ്ലു, വേഗം എന്തെങ്കിലും ചെയ്യ്. വെറും ബൈക്കിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, ചിങ്കം സാറിനെ വിളിക്കാം. അദ്ദേഹത്തിന് അറിയും ഇതെങ്ങനെ നിർത്താന്ന്. ഹലോ, വണ്ടി നിൽക്കുന്നില്ല. ചിങ്കം സാറെ രക്ഷിക്കൂ, ഈ ബൈക്കിന് നിർത്താൻ പറ്റുന്നില്ല. രണ്ടാളും എന്റെ മോട്ടോർ ബൈക്കിലേക്ക് ചാടിക്കോളൂ. ചിങ്കം സാറെ, ആ ചാട്ടത്തിന് 5 കോടിയുടെ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ ബൈക്കിന് എന്തെങ്കിലും സംഭവിച്ചാ ബൈക്കിന്റെ മുഴുവൻ പൈസയും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഓണർ. എന്റെ അമ്മോ, 5 കോടിയുടെ ബൈക്കോ? ഞാൻ ഇപ്പൊ തന്നെ സഹായിക്കാം. ഈ വണ്ടി ഞാൻ നിർത്തിരിക്കും. എന്റെ അമ്മോ, നിർത്തണേ. എന്റെ കാലുകൾ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നിർത്താൻ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഫോൺ ചെയ്ത് വിളിക്കുമായിരുന്നു. ഇത് ഞങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല പോകുന്നത്. തന്റെ ഇഷ്ടപ്രകാരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ. എനിക്ക് തോന്നുന്നത് ഇതിൽ ഓട്ടോ ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ടെന്നാ. അതിന് ഇഷ്ടമുള്ള പോലെ അത് പോവെന്നാ തോന്നുന്നേ. എന്റെ അമ്മോ, വണ്ടി നിർത്ത. കണ്ടില്ലേ നടു റോഡിലെ ലാമ്പ് പോസ്റ്റ്? മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മച്ചി. ചിങ്കം സാറേ, അതാ നോക്ക്, റോഡിലതാ ലാമ്പ് പോസ്റ്റ്. എടോ, അതല്ല ഞാൻ ഇത്രയും നേരം തൊള്ളിട്ടോണ്ട് ഇരുന്നത്. കാണുന്നു ലാമ്പ് പോസ്റ്റ്. എന്റെ അമ്മോ, രക്ഷിക്കണേ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നീ കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. ഒന്ന് നിർത്ത നിന്റെ ഈ വെറും വയറ്റിലെ വർത്താനം. ഇത് നമ്മുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അപ്പോഴും നിനക്ക് നിന്റെ വയറാണോ വലുത്? ഹലോ ഡോക്ടർ ജഡ്ക. ഓക്കെ ഗസീട്ടറ, മോട്ടോർ ബൈക്ക് മരത്തിന് താഴത്തൂടെ പോകുമ്പോ നമ്മൾ അതിലേക്ക് എടുത്തു ചാടണം. പിന്നെ ഞാൻ നോക്കിക്കോളാം ബൈക്ക് എങ്ങനെയാ നിർത്തേണ്ടതെന്ന്. പൊളിക്കടുത്തല്ലോ. ഈ മോട്ട് കാരണം എപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇങ്ങനൊരു കൂട്ടുകാരൻ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഡോക്ടർ ചക്ക, ചാടിക്കോളൂ.
എന്നാ ഏട്ടാ എന്നാ വേണം? വണ്ടി വേണോടോ? പതുക്കെ പതുക്കെ. വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കേ മോട്ടു. പതുക്കെ ഓടിക്കേ, അല്ലെങ്കിൽ ബൈക്ക് വണ്ടിക്കകത്ത് കേറി ഞാൻ. എന്റെ ദൈവമേ, ആ ബൈക്കിനെ ഒന്ന് നിർത്തിത്തായോ, ഇല്ലെങ്കിൽ 5 കോടി ഞങ്ങൾക്ക് 7 ജന്മം കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റില്ലേ? ഈ സാൻഡ് ബാഗ് ഇങ്ങനെ വെക്കുന്നോണ്ട് ബൈക്കിന് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. നീ വിഷമിക്കരുത് മോട്ടു, ബൈക്കിനെ നിർത്താൻ സാധിക്കും ചെയ്യും, അതിന് കുഴപ്പമൊന്നും പറ്റൂല. ഞങ്ങളുടെ പോലീസ് ട്രെയിനിങ്ങിൽ ഈ സാൻഡ് ബാഗ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. Stop in the name of law. മോട്ടു പത്ലു, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. നിർത്താൻ അറിയായിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? വേഗം ഇത് നിർത്താനുള്ള വഴി ആലോചിക്കേ. എന്റെ പൊന്നെ, ഒന്ന് നിൽക്കൂ. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഞാൻ നിനക്ക് 10 ലിറ്റർ പെട്രോൾ അടിച്ചു തരാണോ? 10 ലിറ്റർ. 10 ലിറ്റർ പെട്രോളിന്റെ കാര്യം വിട്ടിട്ട് നീ ആലോചിക്ക 5 കോടി എങ്ങനെ കൊടുക്കാന്ന്. 5 രൂപ പോലും എടുക്കാനില്ലാത്ത ഞാനാണോ 5 കോടി കൊടുക്കാൻ നിൽക്കുന്നേ? എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി. എന്റെ അമ്മേ, എന്റെ ചേച്ചി, എന്റെ അമ്മൂമ്മേ, ഒന്ന് നിൽക്കുകൂട്ടാ. നിന്റെ ഈ വിദ്യ വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. പൊളിച്ചെടുത്തല്ലോ. വലട്ട് മീൻ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇത് വെറും മോട്ടോർ ബൈക്കല്ലേ, അങ്ങനെയൊന്നും ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ വല കൊണ്ട് മോട്ടോർ ബൈക്കിനെ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടോ എത്ര സ്പീഡിലാ വരുന്നെന്ന് മുറുക്കി പിടിച്ചോ. എന്റെ അമ്മോ. ആ മോട്ടു പത്ലു എന്റെ ബൈക്ക് എടുത്തോണ്ട് എവിടെയൊക്കെയാ പോയത്? ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ ഫോൺ ചെയ്യാം. ഹലോ ചിങ്കൻ സാർ, ഞങ്ങളുടെ ബൈക്ക് കാണാതായിരിക്കുന്നു. മോട്ടും പത്ലും അത് എടുത്തോണ്ട് കടന്നു കളഞ്ഞിരിക്കുക. ചിങ്കം സാർ അത് എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി തരണം. ഹലോ ചിങ്കം സാർ, ചാമ്പ്യൻഷിപ്പ് തുടങ്ങാറായി. പെട്ടെന്ന് എന്റെ ബൈക്ക് എടുത്ത് വരാമോ? എന്റെ അമ്മോ, ബൈക്ക് ഞാൻ എടുത്തോണ്ട് വരേ, അതല്ല ഞങ്ങൾ എടുത്തോണ്ട് പോന്നത്. എന്ന് വെച്ചാ അത് നോക്കൂ, നിന്റെ ബൈക്കല്ലേ ആ വരുന്നത്? കൂട്ടുകാരെ, 100 കാറിന്റെ മുകളിലൂടെയുള്ള അഭ്യാസ പ്രകടനമാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. പക്ഷെ അഭ്യാസത്തിനുള്ള ബൈക്ക് കാണുന്നില്ല. അങ്ങോട്ട് നോക്കൂ, അതാ വരുന്നു ബൈക്ക്. ആരും ബൈക്ക് പറത്തി വരുന്നുണ്ട്. ഇതൊരിക്കലും പറ്റില്ല, ഇതൊരിക്കലും സാധ്യമല്ല. ഇത് എങ്ങനെ സാധ്യമാവാനാ? ബൈക്കിന്റെ പുറകിൽ വേറെയും ആരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഇത് എങ്ങനത്തെ റെക്കോർഡ് അവർ ഇടാൻ പോകുന്നു? ജമ്പ് ഓവർ. അടുത്ത റൈഡിന് റെഡി. പൊളിച്ചടുക്കി, വളരെ മനോഹരമായിരുന്നു. ഇതാ നിങ്ങൾക്കുള്ള ട്രോഫി. നിങ്ങൾ വേറെ റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്. താങ്ക് യു. എന്റെ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയി. വെറുതെ വിടില്ല ഞാൻ. ഒന്നും മിണ്ടാതിരിക്കാമോ? അവൻ വേൾഡ് ചാമ്പ്യനാണ്. ആരും നിന്റെ കൂടെ നിൽക്കില്ല. വരൂ,
ഈ ട്രോഫിയുടെ കൂടെ മോട്ടോർ ബൈക്കിലിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പോസ് കൊടുക്കേ, എല്ലാരും പോസ് കൊടുക്കേ. അല്ല ഇത് എന്ത് പറ്റി മോട്ടു? ഇത്രയ്ക്ക് ജലദോഷം വരാൻ കാരണം എന്താ? ഓ, അതൊന്നും ചോദിക്കണ്ട ചേട്ടാ, വരേണ്ടത് വഴി തങ്ങുവോ? വേഗം കുറച്ച് ചൂടുള്ള സമൂസ ഇങ്ങതാ, അത് കഴിക്കുമ്പോ ഈ ജലദോഷമൊക്കെ അങ്ങ് മാറും. ഛെ. അതെ മോട്ടു, ഇവിടെ തുമ്മാൻ പറ്റില്ല കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഛെ. അതെ, ഇവിടെ നിന്നും തുമ്മാതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ. ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. നിന്റെ അസുഖം മാറിയിട്ട് ഇവിടെ വന്നാ മതി, മനസ്സിലായോ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഛെ. അയ്യോ അരുത് അരുത്, വേണ്ട, ഇവിടെ വേണ്ട. ഛെ. ആ ഇനി മേലാ നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇല്ല, ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല. ഞാൻ പോവാണ് മഹാരാജാവ് തിരുമനസിന്റെ കൊട്ടാരത്തിലേക്ക്. അവിടുത്തെ പെയിന്റിംഗ് എക്സിബിഷന്റെ സെക്യൂരിറ്റിയുടെ ജോലി എനിക്കാണ് തന്നിരിക്കുന്നത്. മഹാരാജാവേ, ഇതാണ് മോട്ടു പത്ലു. നിങ്ങളുടെ പെയിന്റിംഗ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവരെ രണ്ടുപേരാണ് ഇൻചാർജ്. ഗുഡ്, വെരി ഗുഡ്. ഈ പെയിന്റിംഗ് 500 വർഷം പഴക്കമുള്ളതാണ്. ഇത് എന്റെ മുതുമുത്തച്ഛന്മാരുള്ള കാലം തൊട്ടേ ഉള്ളതാണ്. ഇതിന്റെ വില 20 കോടി രൂപയാണ്. പിന്നെ ഇത് വാങ്ങുന്നതിനായി അനന്തപുർ മഹാരാജ ഇവിടെ എഴുന്നള്ളുകയാണ്. കള്ളന്മാരും ഇങ്ങോട്ട് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സാറേ. നിങ്ങളത് കാര്യാക്കണ്ട സാറേ, അവന് ജലദോഷാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു പരുന്ത് പോലും ഇതുവഴി പറക്കില്ല. ഗുഡ്, വെരി ഗുഡ്. ഛെ. മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? എന്ത് പണിയാ ചെയ്തത്? 20 കോടിയുടെ പെയിന്റിംഗ് ഈ പരുവത്തിലാക്കി വെച്ചോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? 20 കോടി എവിടെന്നാ കിട്ടുക? അല്ലെങ്കിൽ രാജാവ് നമ്മളെ ജയിലിൽ പിടിച്ചിടും. ജീവിതകാലം മുഴുവനും അടിമപ്പണി ചെയ്യേണ്ടി വരും. പത്ലു, നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. ഈ പെയിന്റിംഗ് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്നേ. പൊളിക്കരുതല്ലോ, ഇദ്ദേഹത്തിന്റെ മുഖത്തിന് എന്താ പറ്റിയെന്ന്? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. ഗസീറ്റാറാ, നിങ്ങൾ എന്റെ കൂടെ വാ. ഡോക്ടർ ജഡ്ക ഇവിടെ തന്നെ നിക്ക്. ഞങ്ങൾ ഇപ്പൊ വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഇവിടുന്ന്? ഞങ്ങള് വരുന്നത് വരെ മര്യാദയ്ക്ക് അവിടെ തന്നെ നിന്നോ. അല്ലെങ്കിൽ മഹാരാജാവ്, നീ ഈ പെയിന്റിങ്ങിന് എന്താണോ ചെയ്തത് അതുപോലെയായിരിക്കും നിന്നെയും ചെയ്യുന്നത്. ഈ പെയിന്റിംഗ് ജീവനുള്ള പോലെയുണ്ട്. സർ, ഇതാരാ വരച്ചത്? ഓ, ഞാൻ വരച്ചതൊന്നും അല്ല കേട്ടോ. അതെനിക്കും അറിയാം. മമ്മി, അയാൾ എന്റെ ഐസ്ക്രീം എടുത്തോണ്ട് പോയി. എടോ, നിങ്ങൾക്ക് നാണല്ലേ പിള്ളേരുടെ ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ? ഓ,
എന്റെ രോഗികളാണ് സത്യം. ഇനി ഇതുപോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മോ, നിങ്ങൾ രണ്ടാളെ ഇവിടെ എന്തായി കാട്ടുന്നത്? നിങ്ങൾ രണ്ടാളും ഇപ്പൊ എന്താ എന്നോട് പറയാൻ പോകുന്നത്? എന്തത്? എന്റെ അമ്മോ, മമ്മി, ഡാഡി, പുട്ട്, കടല, പഴംപൊരി. എന്താണത്? നിങ്ങൾ രണ്ടാളും എന്തായി കാണിച്ചു വെച്ചിരിക്കുന്ന? മിക്കവാറും ഇന്നെന്റെ തൊപ്പി തെറിക്കുന്ന തോന്നണ. ചിങ്കം സാറ്, മോട്ട് തുമ്മിയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അവൻ അവന്റെ തുണി വെച്ച് അതൊന്ന് തുടച്ചതാ, അപ്പോഴങ്ങനെ ആയത്. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, ആ പെയിന്റിംഗ് ഒന്നും നനഞ്ഞാ പോവില്ല. അത് വാട്ടർ പ്രൂഫ് ആണല്ലോ. ഒരു മണിക്കൂറിനകം നീയും മോട്ടവും ചേർന്ന പെയിന്റിംഗ് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടാളും വെടിവെക്കും. മനസ്സിലായോ? ചെല്ലേ. അതെ, തൽക്കാലത്തേക്ക് ഈ മുഖം നമുക്കവിടെ വെച്ച് നോക്കാലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവം ഞാൻ ഉപയോഗിച്ച് ഈ പെയിന്റിങ്ങിന് ഞാൻ ഒരു പുതിയ രൂപം കൊടുത്തിരിക്കും. ഇതാ കണ്ടോളൂ. എങ്ങനെയുണ്ട്? എനിക്കിനി ഓടാൻ വയ്യ. എന്നെ എവിടെയെങ്കിലും ഇരുത്ത്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. എടാ മണ്ണ, കവിതയുടെ കാര്യമൊക്കെ വിട്ട് നീ എന്നെ ഒന്ന് എടുക്കാൻ നോക്ക്. എടുക്ക്. നിങ്ങളുടെ ബോസിനെ ഈ കസാരയിൽ ഇരുത്ത്. ആ പെയിന്റിങ്ങിന് എന്തെങ്കിലും സംഭവിച്ച ഒരു രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. താങ്ക് യു. ഈ മോട്ടും പത്തിലും എത്ര നല്ല ആൾക്കാരാ. നിങ്ങൾക്ക് ഇരിക്കാനായി കസേര കൊണ്ടുവന്ന് തന്നു. ആ പെയിന്റിങ് എവിടെടാ? അത് അവന്മാര് കൊണ്ടുപോയി ബോസ്. ഇല്ല. അവര് നമ്മെ മണ്ടന്മാരാക്കിയിരിക്കുക. വാ, പോയി പിടിക്കാം. ബോട്ടോ, നീ ഓടി വിടത്തല്ലേ. വാ, വാരി കയറി റെസ്റ്റ് എടുക്ക്. താങ്ക് യു വല്യേട്ടാ, താങ്ക് യു. മോട്ടു, നീ എന്താ ചെയ്തേ? വേഗം എന്തെങ്കിലും ചെയ്യേ. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക് നീ തന്നെ എന്തേലും ചെയ്യേ. ഐഡിയ. വാനില് ബോംബുണ്ട്. ബോസിന്റെ ജീവൻ വേണമെങ്കിൽ ബോസിനെ എടുത്തോണ്ട് പോയിക്കോ. വേഗം നിങ്ങളും ചാടിക്കോ. വാനില് ബോംബ് വെച്ചിട്ടുണ്ട്. ബോസ്, പത്ലു എത്ര നല്ലവനാ. അവൻ നമ്മുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. വെള്ളമില്ലാതെ കടലില്ല, ഉപ്പില്ലാതെ കഞ്ഞിയില്ല. അവൻ നമ്മളെ രക്ഷിച്ചതല്ല, അവൻ പെയിന്റിങ് കൊണ്ട് കടന്നു കളഞ്ഞതോ. നമ്മുടെ മോട്ടും പത്ലും എവിടെയാണാവോ? എനിക്ക് തോന്നുന്നത് ഇന്നത്തോടെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം കഴിഞ്ഞെന്നാ. നോക്കൂ മഹാരാജാവേ, ഇതാണ് 20 കോടി രൂപ വിലമതിപ്പുള്ള 500 വർഷം പഴക്കമുള്ള പെയിന്റിംഗ്.
കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. 500 വർഷങ്ങൾക്ക് മുൻപും മോഡേൺ ആർട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ പെയിന്റിങ്ങിന്റെ വില 20 കോടിയൊന്നുമല്ല, 20 ലക്ഷം. ശരി, 20 ലക്ഷം തന്നെ തന്നോളൂ. 20 ലക്ഷം കോടിക്ക് ഈ പെയിന്റിംഗ് ഞാൻ വാങ്ങിച്ചോളാം. 20 ലക്ഷം കോടിയോ? എടുത്തോളൂ, എടുത്തോളൂ. ഇനി നിങ്ങളുടേതാണ് ഈ പെയിന്റിംഗ്. നമ്മുടെ പെയിന്റിംഗ് എവിടെ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം. മഹാരാജാവേ, ഇതാണ് നിങ്ങളുടെ ശരിക്കുള്ള പെയിന്റിംഗ്. കളവ് പോയതായിരുന്നു. ഞങ്ങളിത് കള്ളന്റെ അടുത്തുനിന്ന് മേടിച്ചോണ്ട് വരുമായിരുന്നു. എനിക്ക് നിങ്ങളിൽ വളരെ സന്തോഷമുണ്ട്. 20 കോടിക്ക് പകരം 20 ലക്ഷം കോടി ഇപ്പോ എനിക്ക് കിട്ടും. ഈ സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും 20. എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും 20 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്നാ. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും 20 സമോസ തരുന്നു.